ഹലോ, നമസ്കാരം. മഹാത്മ ന്യൂസിൽ സ്വാഗതം. ഞങ്ങളിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് അവതരിപ്പിക്കുന്നത്. പാളയം സാവല്യ കോംപ്ലക്സിനകത്തുള്ളതായ മാലൂസ് ഹോട്ടലാണ്. നമുക്ക് ഈ സിറ്റിക്കകത്ത്, തിരുവനന്തപുരം മെട്രോ സിറ്റിക്കകത്തുള്ള സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഹോട്ടലാണ്. അത് വേറെ എവിടെയല്ല, നമ്മുടെ പാളയം സാവല്യം കോംപ്ലക്സിനകത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ ഏറ്റവും രുചികരമായ എന്നാൽ വില കുറഞ്ഞതായ നല്ലൊരു ഫുഡാണ് നമ്മുടെ ലഭിക്കുന്നത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോകാം. നമുക്ക് നല്ല രുചികരമായ ഭക്ഷണമാണ്. തോരൻ, അവിയൽ, സാമ്പാർ, അച്ചാർ, പുളിശ്ശേരി, രസം അങ്ങനെ ഉൾപ്പെടുന്ന നല്ല ഭക്ഷണമാണ്. അത് നമുക്ക് വളരെ വില കുറഞ്ഞ് ലഭിക്കുന്നൊരു ഭക്ഷണശാലയാണിത്. മാലൂസ് ഹോട്ടൽ, അതിൻ്റെ മാലൂസ് ഹോട്ടലാണ്. അതിൻ്റെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഹോട്ടലാണ്. നമുക്കതിൻ്റെ നടത്തിപ്പായി നമുക്ക്. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ബേബി. ഞാനിവിടെ 5 വർഷം കൊണ്ടുണ്ട്. സാധാരണ ഒരു എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിലയിലാണ് ഞാൻ കൊടുക്കണം. 70 രൂപയുള്ള കപ്പ, മീൻകറി, ഊണ്. അതിൻ്റെ കൂടെ 2-3 കൂട്ടാൻ, മീൻകറി, കപ്പ എല്ലാം കാണും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കണം. അതാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ. ഇതുവരെയ്ക്കും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇത്രയും വില കുറച്ച് കൊടുക്കണ ഒരു കടയെന്ന് പറയണത് ഇവിടെ ഉള്ളൂ. ഈ സാധനങ്ങൾക്ക് ഞാൻ 50 രൂപയ്ക്കാണ് ഊണ് ഇവിടെ ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തപ്പം കൊടുത്തത്. പക്ഷേ ഇത് എനിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് വില 70 രൂപ ആക്കിയത്. ഇവിടെ നിൽക്കുന്ന തൊഴിലാളികളെ അവർക്കും തുച്ഛമായ ശമ്പളമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് നോക്കിയാണ് ഞാൻ ഈ 50 രൂപയ്ക്ക് ഊണെന്ന് പറഞ്ഞുള്ള ഒരു ഇതായിട്ട് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക് നമുക്ക് വില കൂടുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പം ഈ സിറ്റിയിൽ ഇപ്പം ഈ 70 രൂപയ്ക്ക് കൊടുക്കണം. ഇത്രയും ഒരു ഇതിൽ നമ്മൾ കൊടുക്കണം. ഈ ഒരു കടയിൽ കാണുള്ളായിരിക്കും. ഫ്രൈ ഐറ്റങ്ങളുണ്ടോ? ഫ്രൈ ഉണ്ട്. ഫ്രൈ എന്ന് പറയണ 3-4 എണ്ണം കാണും. നൊത്തോലി, ചാള, ചൂര, അയല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ 4-5 എണ്ണം. പിന്നെ കപ്പയും മീൻകറിയും, കപ്പയും ബീഫും അങ്ങനെയും കൊടുക്കണമുണ്ട്. അത് കപ്പയും മീൻകറി 70 രൂപ, കപ്പയും ബീഫും 100 രൂപ, ഇങ്ങനെയാണ് കൊടുക്കണം. ഞാൻ 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. 5 വർഷമായി. പക്ഷേ ഇത് വെളിയിൽ പുറത്ത് ആർക്കും അങ്ങനെ, ഇതൊരു ഷോപ്പിംഗ് മാളിലാവുകൊണ്ട് ഇത് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരു കട ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയണം. കുഴപ്പമില്ല ഭക്ഷണം. വേറെ മായമൊന്നുമില്ലാത്തതുകൊണ്ട് അല്ലേ? ഒരു 70 രൂപയ്ക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റിയൊരു നാടൻ ഭക്ഷണമാണ്. വലിയ കുഴപ്പമില്ലാതെ സെർവ് ചെയ്യുന്നുണ്ട്. കൂടുതൽ മായമൊന്നും ചേർക്കുന്നില്ല. ഇടയ്ക്ക് വന്ന് കഴിക്കാറുണ്ട്. നല്ല ഭക്ഷണമായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു കിഴങ്ങ്, ചോറ്, മീൻകറി, അവിയൽ, ചീര, ബീട്രൂട്ട് കറി, ഇത്രയുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നാടൻ ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിരുന്നു. വിശ്വസിക്കാൻ പറ്റിയ നല്ല ഭക്ഷണമായിരുന്നു. വില കുറവാണ്. പറ്റുന്ന വില കുറവാണ്. സാധാരണക്കാർക്ക് നല്ല കഴിക്കാം. കഴിച്ചു. നല്ല ഭക്ഷണമാണ്. ഇതുവഴി പോകുമ്പോൾ വരാറുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കേട്ടായിരുന്നു. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുവാനായിട്ട് നമ്മൾ മാളൂസ് ഹോട്ടൽ വരിക. സിറ്റിക്കകത്ത് ഏറ്റവും തിരക്കേറിയ പാളയം സാഫല്യം കോംപ്ലക്സിനകത്താണ്. അവർ വലിയ പരസ്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എങ്കിലും ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അവരുമായിട്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചു. ഞങ്ങളും ആ ഭക്ഷണം കഴിച്ചു. പക്ഷേ നല്ല അഭിപ്രായമാണ് ആൾക്ക് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് പാളയം സാഫല്യം കോംപ്ലക്സിനകത്ത്, സെക്രട്ടേറിയറ്റിനകത്ത് അടുത്തുള്ളതായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓപ്പോസിറ്റ് സാഫല്യം കോംപ്ലക്സിനകത്തുള്ള ഒരു മാളൂസ് ഹോട്ടലാണിത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ സാധിക്കും. വില കുറവായിരിക്കും. അതുപോലെ നല്ല മായമില്ലാത്ത നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണ് മാളൂസ് ഹോട്ടൽ.